ആട് വെട്ടുறாங்க. ആട് വെട്ടല്ലേ? വലിയ നേർച്ച. என்ன நடச்சாலும் சரி. ஆனா நேர்ச்சி நிறைவேறுன்னு ஆடு வெட்டுவாங்க, கோழி வெட்டுவாங்க. நிறைய பேர் ஆடி மாசம் இல்ல கோழி കടയില് വാങ്ങിട്ട് വരുവാங்க. ബക്കാപുരത്തെ പറഞ്ഞല്ലോ, ചേച്ചി പറഞ്ഞല്ലോ, അമ്മ പറഞ്ഞല്ലോ, ബക്കാപുരം മാരിയമ്മൽ ക്ഷേത്രമാണിത്, ദേവി ക്ഷേത്രമാണ്. അപ്പം ഇവിടെ പ്രധാനമായിട്ടുള്ള ചടങ്ങുകളെന്ന് വെച്ചാൽ ആട് കോഴിനൊക്കെ എന്ത് ചെയ്യുക, ബലി കൊടുക്കുന്നൊരു ചടങ്ങാണ്. നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇവിടെ എന്ത് പറഞ്ഞാലും അത് നിറവേറ്റി തരും. അത്രയും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ദേവിയാണെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ ദിവസവും ഇവിടെ ആൾക്കാർ വരുന്നത്, പിന്നെ വഴിപാട് നടത്തുന്നത്. അപ്പം ഒരാൾ ക്ഷേത്രത്തിൽ കയറുമ്പം വെറും കൈയോടെ പോകാൻ പാടില്ല, കണ്ടോ. അതുപോലെ ആ ദേവിക്ക് അർപ്പിക്കാനുള്ള നാളികേരം, പൂവ്, വേപ്പില, പിന്നെ ചെറുനാരങ്ങ, പിന്നെ ഇതൊക്കെ എല്ലാം കൊണ്ടുപോകുന്ന ഒരു കിറ്റ് വരെ ഇവിടെ തരും. എന്നോട് പേരുന്നത്? എൻ്റെ പേര് സെല്ലാം പറയാം. എത്ര കാലമായിട്ട്? ഞങ്ങളിവിടെ 10-20 കൊല്ലമായിട്ട് വന്നു കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിറവേറും. അതിനനുസരിച്ച് നമ്മൾ കൊണ്ട് കൈയുള്ളത് വിളക്ക് വാങ്ങി കൊടുക്കലോ, നമ്മൾ കോഴി വെട്ടലോ, 10 പേർക്ക് അന്നദാനം കൊടുക്കലോ, അത് ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് വീടുകളുണ്ടാവും. കുട്ടികളില്ലാത്തവർ ഇവിടെ വന്ന് പ്രാർത്ഥന ചെയ്ത് പോയ കുട്ടികളുണ്ടാവും. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാവരും വരും. ഞങ്ങളൊക്കെ മാസം കർത്താവിനെ ഇവിടെ വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ പൊള്ളാച്ചിലായിരിക്കുന്നു. അവിടുന്ന് വരുന്നത് ആയി മകമായി മണിമന്ദിര சேகரியே ஆயி உமையானவளே ஆதிசிவன் தேவியாரே மாரி தாய் வல்லவியே மகராசிகாரும் அம்மா மாயன் சகோதரியே மாரி முத்தே வாரும் அம்மா ஆயன் சகோதரியே அஸ்தான மாரி முத்தே தாயே துர